നവകേരളം കിഫ്ബിയിലൂടെ. തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് കിഫ്ബി ഫണ്ടിൽ നിന്ന് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കോടികളാണ് അനുവദിച്ചത്. അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡ് നവീകരണത്തിന് 18 കോടി രൂപയാണ് ചെലവിട്ടത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം 48 കോടി രൂപ ചെലവഴിച്ച് പുരോഗമിക്കുകയാണ്. ഇതോടുകൂടി ടോപ്പ് 7 പൂർണ്ണമാകുന്നു. പശ്ചാത്തല സൗകര്യമൊരുക്കൽ തന്നെയാണ് ഒരു നാടിൻ്റെ വികസന മുന്നേറ്റത്തിന് ആധാരം. ഇതിന് പിന്തുണ നൽകുന്ന സംവിധാനമാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. കേരളത്തിൻ്റെ തനത് വരുമാനം കൊണ്ട്, വിഭവ സമാഹരണം കൊണ്ട് മാത്രം അടിസ്ഥാന വികസനം സാധ്യമാവില്ല എന്ന് വന്നപ്പോഴാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി പ്രത്യേക നിധി എന്നുള്ള രീതിയിലുള്ള ആലോചന രൂപപ്പെട്ടത്. കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് പശ്ചാത്തല സൗകര്യം അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് നിയമസഭയ്ക്കകത്ത് നിയമനിർമ്മാണം നടത്തി നിയമവിധേയമായ ഏറ്റവും സുശക്തമായൊരു ധനകാര്യ സംവിധാനം എന്നുള്ള നിലയ്ക്ക് കിഫ്ബി രൂപപ്പെടുന്നത്. തൃശൂർ ജില്ലയിലെ കുന്നംകുളം മണ്ഡലത്തിൽ ഒട്ടേറെ കിഫ്ബി പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായി AC മൊയ്തീൻ MLA പറഞ്ഞു. കുന്നംകുളത്തിന്റെ ഗതാഗത സംവിധാനത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ കിഫ്ബി പദ്ധതികളിലൂടെ സാധിച്ചു. മണ്ഡലത്തിലെ ഒട്ടേറെ റോഡുകളും കവലകളും കിഫ്ബി ഫണ്ട് ചെലവിട്ട് വികസിപ്പിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ കേരളത്തിലെ കിഫ്ബി പ്രഖ്യാപിച്ച ആദ്യത്തെ വർക്ക് പൂർത്തീകരിച്ച ഒന്നാണ് അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡ്. 9 കിലോമീറ്റർ ദൂരം 18 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് BMBC നിലവാരത്തിൽ 2-3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുന്നംകുളം പട്ടണത്തിലെ തിരക്കൊഴിവാക്കി പോകാൻ കഴിയുന്ന ഒരു സമാന്തര സംവിധാനമാണ്. 48 കോടി രൂപ മുടക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുന്നംകുളത്തെ റിംഗ് റോഡ് വികസനത്തിന് 63 കോടി രൂപയുടെ ഭരണാനുമതി ഫിനാൻഷ്യൽ സാങ്ഷനുമായിട്ടുണ്ട്. കുന്നംകുളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ തുക കിഫ്ബി ഫണ്ട് വഴി ചെലവിട്ടത്. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിച്ചു. വേലൂർ രാജരാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന് 1 കോടി രൂപ ചെലവിൽ കിഫ്ബി ഫണ്ടിൽ നിന്ന് തുക ചെലവിട്ട് പുതിയ കെട്ടിടം നിർമ്മിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 1 കോടി രൂപ ചെലവിട്ടാണ് നവീകരിച്ചത്. കുന്നംകുളം വൊക്കേഷണൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും ലഭിച്ചു 1 കോടി രൂപ വരുന്ന കിഫ്ബി പദ്ധതിയുടെ ഗുണം. എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് കൊച്ചന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്ക് 3 കോടി രൂപ വീതം ചെലവിട്ടാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. കുന്നംകുളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുറമെ ആരോഗ്യ മേഖലയ്ക്കും കിഫ്ബി ഫണ്ട് തുണയായി. പഴഞ്ഞി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കാൻ കിഫ്ബി ഫണ്ടിൽ നിന്ന് 1.69 കോടി രൂപയാണ് ചെലവിട്ടത്. അങ്ങനെ കുന്നംകുളത്തിന്റെ സമഗ്ര വികസനത്തിന് കിഫ്ബി ഫണ്ട് ഗുണം ചെയ്തുവെന്ന് AC മൊയ്തീൻ MLA വ്യക്തമാക്കി. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു കാലത്തുമില്ലാത്ത കുതിച്ചുചാട്ടമാണ് കിഫ്ബി ഫണ്ടിൻ്റെ പ്രയോഗം വഴി കുന്നംകുളത്ത് സാധ്യമായത് എന്നുള്ളത്. എത്രയോ കാലമായി മനുഷ്യൻ ആഗ്രഹിച്ചിരുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ കിഫ്ബിയുടെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളതും ഞാൻ ഓർക്കുന്നു.